പ്രസിഡന്റ് അധികാരമേറ്റ് കഴിഞ്ഞു. അതിന്റെ മാറ്റങ്ങളൊക്കെ അവിടെ വന്നു തുടങ്ങി. അവിടെ പല ബിൽസ് സൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ US ഹൗസ് പാസസ് ലേക്ക് ആൻഡ് റൈലി ആക്ട് എന്ന വാർത്ത വരുന്നു. അപ്പോൾ ഇതൊക്കെ പരോക്ഷമായിട്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള ഇമിഗ്രൻസിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതിനിടയിലാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം യുക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഇമിഗ്രേഷനിലേക്കും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിലേക്കും ഒക്കെ വന്നാൽ വലിയ വിവാദമാണ്. അത് ജന്മാവകാശ പൗരത്വം സംബന്ധിച്ചാണ്. ഈ വ്യവസ്ഥയ്ക്ക് ഉപാധികൾ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തിൽ ഒരു വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരെയൊക്കെ ഇത് എത്രത്തോളം ബാധിക്കും ഡോക്ടർ സജിമോൻ? തീർച്ചയായും അത് ഇവിടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ -15 -20 ആണ് ഇവിടെ ടെമ്പറേച്ചർ. എന്നാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചൂട് എന്ന് പറയുന്നത് 100-ലധികമാണ്. കാലിഫോർണിയ ചൂട് അല്ലെങ്കിൽ കാലിഫോർണിയയിലുള്ള തീയിൽ പോലെ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് താങ്കൾ ഇത് പറഞ്ഞു പോണെങ്കിൽ തന്നെ ഉള്ളത്, ഒന്ന് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ആണ്. അത് അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് അമേരിക്കയുടെ 14ാമത്തെ ഭരണഘടന അനുസരിച്ചിട്ട് ഈ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലോ അല്ലെങ്കിൽ എയറിലോ ഏതെങ്കിലും കുഞ്ഞു ഉണ്ടാവുകയാണെങ്കിൽ അവർക്കുള്ളൊരു ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് റൈറ്റ് ആണ് ഉള്ളത്. അത് ഭരണഘടനയുടെ 14ാമത്തെ അനുച്ഛേദത്തിൽ അമെൻഡ്മെന്റിൽ ഉള്ള ഒരു റൈറ്റ് ആയിരുന്നു അത്. അപ്പൊ അതിനെ ക്യാൻസൽ ആക്കിക്കൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ഇന്നലെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ട്രംപ് സൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം പ്രതീക്ഷ എന്നുള്ളത് ഈ ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ആക്കാൻ പോകുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കുട്ടികൾ ആയിരിക്കും എന്നുള്ളതായിരുന്നു ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നത്. എന്നാൽ ഫലത്തിൽ അത് ടെമ്പററി വിസ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് ആപ്ലിക്കബിൾ ആണ്. അത് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ്. വിച്ച് മീൻസ് ഇന്നലെ മുതൽ 30 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഇഫക്ടിവിറ്റി ആകാൻ തുടങ്ങും അത്. അപ്പൊ ടെമ്പററി വിസ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ടെമ്പററി വിസയിലാണ് ഇവിടെ അമേരിക്കയിൽ വരാറുള്ളത്. ഒന്ന് F1 വിസ, സ്റ്റുഡന്റ് വിസ, അല്ലെങ്കിൽ ബിസിനസ് വിസ, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ B1 B2 എന്ന് പറയും, അല്ലെങ്കിൽ L1 ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിസയാണ് H1B വിസ. IT എക്സ്പേർട്ടുകൾ, IT എഞ്ചിനീയേഴ്സ് വരുന്ന ഒരു വിസയാണ്. അപ്പൊ ഈ പറഞ്ഞ H1, L1, F1, B1 B2 തുടങ്ങിയ ടെമ്പററി വിസകളിലുള്ള എല്ലാവർക്കും ബാധിക്കുന്ന ഒരു ഉത്തരവാണ്, എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് ഈ ഒരു ബർത്ത് റൈറ്റ് ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് റദ്ദാക്കുക എന്നുള്ള ഒരു നിയമം കൊണ്ട് ഉണ്ടാവുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ഉണ്ടാവുന്നത്. എന്നാൽ ഇത് വളരെയധികം ചലഞ്ചസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനം കൂടിയാണ്. കാരണം എക്സിക്യൂട്ടീവ് ഓർഡറിനെതിരെ ഏകദേശം 19 സ്റ്റേറ്റുകളിൽ ഓൾറെഡി ഗവൺമെന്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സൂ ചെയ്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇവൻച്വലി കോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ. കോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്താലും ഓർക്കണം, ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 2016 പോലെയല്ല. ഈ സമയത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് അദ്ദേഹത്തിന് വൈറ്റ് ഹൗസ് മാത്രമല്ല, വൈറ്റ് ഹൗസും കോൺഗ്രസും സെനറ്റും US സുപ്രീം കോടതിയിലും മജോറിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് എവിടെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആശങ്കാജനകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ടെമ്പററി വിസ ഹോൾഡേഴ്സിനെ ഇത് ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എപ്പോഴും പല ഫാമിലിയും ഈ ടെമ്പററി വിസയിൽ വരുന്നത് അതിന്റെ വിസയുടെ മീനിങ് അല്ലെ പർപ്പസ് ടെമ്പററി ആണ് എങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ലോങ്ങില് ഇവിടെ തന്നെ സെറ്റിൽ ആകുക അല്ലെ ഫാമിലി സെറ്റിൽ ആകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് വലിയൊരു പ്രത്യേകമായിരിക്കും ഈ ഒരു തീരുമാനം കൂടെ ഉണ്ടാവുന്നത്. അതോടൊപ്പം എനിക്ക് ഇതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതേ സെയിം പോളിസി UK ഉണ്ടായിരുന്നു. 1981 ഗവൺമെന്റ് അത് ബാൻ ചെയ്തു. അത് ഇപ്പൊ ഇഫക്റ്റീവ് ആണ്. എന്നാൽ അമേരിക്കയുടെ നെയ്ബറിംഗ് കൺട്രിയായ കാനഡയിലും സൗത്ത് അമേരിക്കൻ കൺട്രികളിലും ബ്രസീലിലും ഒക്കെ ഇപ്പോഴും അത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം അടുത്ത പോയിന്റ്, യുക്രൈന്റെ കാര്യത്തിൽ ട്രംപിന്റെ ഈ ഭരണം ഏൽക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമയത്തും ഒക്കെ വളരെയധികം ചർച്ചയായിരുന്നു. അദ്ദേഹം മറ്റേ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ യുക്രൈൻ റഷ്യ കാര്യം പ്രതിപാദിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻസ് എന്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അമേരിക്കയിൽ ഉടനീളം ഉണ്ടായിരുന്നു, ലോകമാകമാനം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ഒരു എന്താ പറയുക ക്ലാരിറ്റി തന്നുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത്, ഇപ്പൊ പറയുന്ന ഡീലുകൾ എടുത്തില്ലെങ്കിൽ റഷ്യ
റഷ്യയ്ക്ക് മേൽ വൻ പ്രത്യാഘാതങ്ങൾ റഷ്യ നേരിടേണ്ടി വരും, അവരുടെ മേൽ വൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന് വരുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ റിയലി ആഗ്രഹിക്കുന്നത് യുക്രൈനും റഷ്യയും ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, വിച്ച് മീൻസ് റഷ്യക്ക് ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, യുക്രൈന് ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്താണെന്നുള്ള സ്പെസിഫിക്കേഷൻസ് ഇപ്പോഴും അറിവില്ല. എന്നാൽ ഈ ഒരു രണ്ട് കോംപ്രമൈസും ചെയ്തില്ല എങ്കിൽ രണ്ട് രാജ്യങ്ങളും ഇത് വളരെയധികം ഉപരോധങ്ങൾ നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് റഷ്യ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മെസ്സേജാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇപ്പം തരുന്നത്. അപ്പൊ ഏതായാലും പൊളിറ്റിക്കൽ ചൂടും തീയും മാത്രമല്ല, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ചൂടും അമേരിക്കയിൽ ഉടനീളം വളരെയധികം ചൂട് ഇതാണ്. ആക്ച്വലി ഇവിടെ ടെമ്പറേച്ചർ ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലാണ്, -20 -15 ഒക്കെയാണ് ഇവിടെ. എന്നാൽ പൊളിറ്റിക്കൽ ചൂടും കാലിഫോർണിയ ഫയറും അതിൽ അതീവമായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ഇവിടെ. താങ്ക് യു ഡോക്ടർ സജിമോൻ. എന്തായാലും അത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതും അല്ല. നമുക്കറിയാം ട്രംപാണ് പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിൽ ചൂടുള്ള ഓർഡറുകളും ചൂടുള്ള പ്രസ്താവനകളും ഒക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന്